personal experience. It was during his M.Ed dissertation. Joshi undertook a reading and interpretation of an analysis of Yuval Noah Harari's book, and this was his depth and clarity, which was so intact. And as we all know, true learning is a shared experience, and our students often lead us to fresh perspectives and deeper understanding. And it was also empowered my interest in that book, and we hope that Joshi will make us stay informed and inspired. And once again, I welcome Joshi for this beautiful section and each one of you. Thank you. Thank you so much, Smita ma'am, for those kind and thoughtful words. And now, let's move to the highlight of the day. Please join me in extending a warm and enthusiastic welcome to our distinguished guest speaker, Mr. Joshi Johnson. Sir, it's an honor to have you back with us, not just as a guest, but as an inspiring educator whose journey continues to shape lives. In an era defined by digital learners and dynamic classrooms, we are excited to hear from you on what it truly takes to be an effective teacher today. The stage is now yours. Please, sir. Good afternoon to all. പറയുന്നത് കേൾക്കാമല്ലോ? Good afternoon, sir. ഓക്കെ. അലുമിനയുടെ ഭാഗമായിട്ട് ഇങ്ങനൊരു അവസരം തന്നതിന് ആദ്യം സ്കൂൾ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, സ്റ്റാഫ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഈ സെക്ഷൻ മലയാളത്തിൽ പോരെ? മലയാളം ഓർ ഇംഗ്ലീഷ്? മലയാളം ഈസ് മച്ച് ബെറ്റർ ഫോർ മീ. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ ഇതൊരു ഇൻട്രാക്റ്റീവ് സെക്ഷനോ അങ്ങനെയൊന്നുമില്ല, ഒരു മോണലോഗ് പ്രസൻറ്റേഷൻ പോലെ. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് റിഫ്ലക്ഷൻ ഓൺ ടീച്ചിങ് ആൻഡ് ഹൗ ടു എക്യൂപ്പ് ദ 21st century ഡിജിറ്റൽ നേറ്റീവ്സ്. ആൾസോ ലേണിംഗ് ത്രൂ പ്രാക്ടീസ്, വൈ സ്കൂൾ ഇൻറ്റേൺഷിപ്പ് മാറ്റേഴ്സ്. അത് രണ്ടും ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും BEd സ്റ്റുഡൻസ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിലേക്ക് പോകാനിരിക്കുന്ന സമയത്ത് ഈ രണ്ട് ടോപ്പിക്കും ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് റിഫ്ലക്ഷൻ ഓൺ ടീച്ചിങ് ആൻഡ് ഹൗ ടു എക്യൂപ്പ് ദ 21st century നേറ്റീവ്സ്. 21ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അതാണ് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം. നമ്മുടെ ടീച്ചിങ് സിലബസും കരിക്കുലമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ധാരണ ലഭിച്ചിട്ടുള്ളതാണ്. ഇതിനോട് അകം തന്നെ പല തവണയായിട്ട് കരിക്കുലം ഫ്രെയിംവർക്കും സിലബസ് റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ 2018-20 കാലഘട്ടം BEd നാഷണൽ കോളേജിൽ നിന്ന് പൂർത്തിയാക്കിയിരിക്കുകയും ശേഷം 2020-22 കാലഘട്ടത്ത് PG M.Ed പൂർത്തീകരിക്കുകയും ചെയ്തൊരു വിദ്യാർത്ഥിയാണെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിയിലിരിക്കുമ്പോൾ തന്നെ. ശേഷം 2022 M.Ed പൂർത്തീകരിച്ച സമയമാണ് എനിക്ക് MGM കുറുപ്പുംപടിയിലുള്ള MGM സ്കൂളിലേക്ക് ടീച്ചറാവാനുള്ള ഒരു അവസരം ലഭിച്ച്, ഹൈസ്കൂൾ സെക്ഷനിൽ ടീച്ചറാവാനുള്ള അവസരം ലഭിച്ച് പോകുന്നത്. അപ്പം അവിടുന്ന് ആ ഒരു ഒരു ഗ്യാപ്പ് എനിക്ക് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ പഠന ഭാഗത്തു നിന്നും ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് എത്തുന്ന ഒരു ഭാഗത്തേക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടില്ല. ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിരുന്നു. ടീച്ചർ എഡ്യൂക്കേഷൻ പൂർത്തീകരിക്കുന്നു, ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടെ തന്നെ, ഒരു പുതുമയോടുകൂടെ തന്നെ അധ്യാപക മേഖലയിലേക്ക് പ്രവേശിക്കുന്നു, ഹൈസ്കൂൾ സെക്ഷനിലേക്ക്. നമ്മൾ 21ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിൽ നമ്മൾ ജനറേഷനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യേണ്ടത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്, ഈ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പല തരത്തിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വല്ല അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് പല അടിസ്ഥാന തിയററ്റിക്കൽ പോർഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല വർക്കുകളെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ള പല സർവേകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ക്ലാസിഫിക്കേഷൻ. അത് നമ്മൾ BEdൻ്റെ ഒക്കെ M.Edൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ജനറേഷനെ അത്തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷന് വിധേയമാക്കിയിട്ടില്ല. ആ ക്ലാസിഫിക്കേഷൻ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തുടങ്ങാം. അതിൽ ഈ ഇയർ ഓഫ് ബർത്ത് വെച്ചാണ് ഈ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ സർവേയൊക്കെ വഴി നമ്മുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല ആർട്ടിക്കിളിൽ നിന്നാണ് ഈ ക്ലാസിഫിക്കേഷൻ പൊതുവേ നമ്മൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി തന്നെ കണ്ടിട്ടുള്ളത്.
അതിന് നമ്മൾ ഓരോ കാലഘട്ടം ഇപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം ഉള്ള ഒരു ജനറേഷനെ ദ ലോസ്റ്റ് ജനറേഷൻ എന്നാണ് അവർ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിനുശേഷം ദ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ വരുന്നു 1900 മുതൽ 1924 വരെയുള്ള. അതിനുശേഷം സൈലൻറ്റ് ജനറേഷൻ അവരുടെ സ്വഭാവവും അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ വെച്ചാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. 1925 മുതൽ 45 വരെയുള്ള കാലഘട്ടം. 1946 മുതൽ 64 വരെ ദ ബേബി ബൂമേഴ്സ് എന്നാണ് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ 1965 മുതൽ 80 വരെ ജനറേഷൻ എക്സ്. അതിനുശേഷം മില്ലേനിയൽ ജനറേഷൻ വൈ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു 1981 മുതൽ 96 വരെ. പിന്നെ ജനറേഷൻ ഇസഡ് വരുന്നു 1997 മുതൽ 2012 വരെ. അതിനുശേഷം 2013 മുതൽ 2014 വരെയുള്ള ഒരു ജനറേഷൻ അവർ ജനറേഷൻ ആൽഫ എന്നാണ് വിളിക്കുന്നത്. ഇനിയുള്ളൊരു ജനറേഷൻ 2025 മുതലൊരു ജനറേഷനെ ജനറേഷൻ ബേറ്റ എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ ജനറേഷനെ ക്ലാസിഫൈ ചെയ്യാൻ പല തലങ്ങളിലും അവർ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അവരുടെ കാലത്തുണ്ടായിരുന്ന ടെക്നോളജി, എക്കോണമി, സോഷ്യൽ കണക്ഷൻ, സോഷ്യൽ ബിഹേവിയർ, അങ്ങനെ പല കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അതിൽ ഞാൻ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഒന്ന് ജനറേഷൻ ഇസഡും ജനറേഷൻ ആൽഫ, ജനറേഷൻ ബീറ്റ. നിങ്ങളത് ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ജനറേഷൻ ആൽഫ അല്ലെങ്കിൽ ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ദ ന്യൂവസ്റ്റ് ജനറേഷൻ ബോൺ ഇൻ ടു എ ഫുള്ളി ഡിജിറ്റൽ വേൾഡ്. They are known for their easily exposure to technology and diverse perspective. ഒരു വിഭിന്നമായ മനോഭാവവും കാഴ്ചപ്പാടും ഉള്ളൊരു ജനറേഷനെയാണ് ഇവർ ജനറേഷൻ ആൽഫ എന്ന് വിളിച്ചിരിക്കുന്നത്. അതായത് അതിന് മുമ്പുള്ളൊരു ജനറേഷന് അത്രമാത്രം ഡിജിറ്റൽ വേൾഡിലേക്ക് എക്സ്പോഷർ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഈ ജനറേഷനെ തിരിച്ചുകൊണ്ട് അത് ഇപ്പോൾ ഈസ്റ്റേൺ ലോകത്തും ഈ വെസ്റ്റേൺ ലോകത്തും ആ ജനറേഷൻ വളരെ വ്യത്യാസപ്പെട്ട് നിൽക്കും. കാരണം നമുക്കറിയാം വെസ്റ്റേൺ ലോകത്താണ് കൂടുതൽ ഡിജിറ്റൽ നേറ്റീവ്സിനെ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡ് തുറന്ന് ഒരു സമൂഹത്തിലേക്ക് വ്യാപിച്ചത് ഈ പറയുന്ന വെസ്റ്റേൺ വേൾഡിലാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. ഈസ്റ്റേൺ വേൾഡിലേക്ക് വരുമ്പോൾ ഫാർ ഈസ്റ്റ് നേഷൻസ്, ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒഴിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര എക്സ്പ്ലോഷർ നമുക്ക് ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിലേക്ക് ഈ അടുത്ത കാലത്താണ്, പ്രത്യേകിച്ച് 2010 ശേഷമാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനറേഷൻ ആൽഫയാണോ നമ്മുടെ ഈ കുട്ടികളെന്ന് ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ടും ആണ് എന്ന് പറയുന്നില്ല. പക്ഷേ ജനറേഷൻ ആൽഫയുടെ എല്ലാ സ്വഭാവവും, അതായത് ഒരു ഡിജിറ്റൽ നേറ്റീവ്സിൻ്റെ ഡിജിറ്റൽ ആയിട്ട് കൂടുതൽ സാമാന്യപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ സമരസപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ജനറേഷൻ. ഇനി ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. റിഫ്ലക്ഷൻ ഓൺ ടീച്ചിങ് ആൻഡ് ഹൗ ടു എക്വിപ്പ് ദ 21st century സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കറിയാം 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് 2000 മുതൽ 2100 വരെയുള്ള കാലഘട്ടമാണ്. 1900 മുതൽ 2000 വരെയുള്ളത് 20ാം നൂറ്റാണ്ട്. 20ാം നൂറ്റാണ്ടിലെ അധ്യാപകരാണ് കൂടുതലും 21ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ സ്വഭാവവും സാമൂഹിക പശ്ചാത്തലവും സാമ്പത്തിക സ്ഥിതിയൊക്കെ തരണം ചെയ്തു വന്ന ഒരു വിഭാഗം സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അധ്യാപകർ. ആ അധ്യാപകരാണ് ഇന്ന് അതിനും വ്യത്യസ്തമായി നിൽക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലും സാമൂഹിക വ്യവസ്ഥയിലും കാഴ്ചപ്പാടിലും മനോഭാവത്തിലും നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത്. അതിൽ വലിയൊരു ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സ്പർദ്ധ നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഫ്രഷേഴ്സായിട്ടുള്ള നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്കത് വലിയ രീതിയിൽ അത് മനസ്സിലാക്കും. അത് ഞാൻ വിശദീകരിക്കുന്നതിനപ്പുറം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ടീച്ചിങ് പെഡഗോജി എന്ന് പറയുന്നത് കൂടുതലും 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിലെയും കാഴ്ചപ്പാടാണ്, പേഴ്സ്പെക്റ്റീവ്സാണ്, മനോഭാവമാണ് കൂടുതലും ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈവൻ ടീച്ചിങ് ടൂൾസ് നമ്മളിപ്പോൾ ലേണിംഗ് എയ്ഡൊക്കെ നമ്മൾ കുറേ ആഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ച സമയത്ത് കോൺസെപ്റ്റ് മാപ്പ്, ചാർട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ടീച്ചിങ് എയ്ഡിന്, അല്ലെങ്കിൽ ഇന്ന് നമ്മളത് ലേണിംഗ് എയ്ഡ് എന്ന് പറയും. നമ്മൾ പഠിച്ച സമയത്ത് ടീച്ചിങ് എയ്ഡിന് വേണ്ടി ഉപയോഗിക്കുന്ന അധ്യാപകർ കുട്ടികളെ അറിവ് പകരം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ. പക്ഷേ നമ്മളതിൽ കുറേ വ്യത്യാസം വരുത്തി നമ്മൾ കൂടുതൽ ഡിജിറ്റലൈസ്ഡ് ആക്കി എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് മാപ്പ് നമ്മൾ കൂടുതലും ഡിജിറ്റൽ പ്രസൻറ്റേഷനിലേക്ക് വന്നു, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലേക്ക് വരുന്നു. നമ്മൾ വീഡിയോസ് നമുക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്ന്, അത് യൂട്യൂബിൽ നിന്നായിക്കോട്ടെ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നായിക്കോട്ടെ, നമ്മൾ സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഈ തരത്തിലുള്ള ഡിജിറ്റൽ
മീഡിയം ഉപയോഗിച്ച് നമ്മൾ ആണ് ഇന്ന് കൂടുതലും വിദ്യാർത്ഥികളും അവർ പ്രാക്ടീസിന് പോകുന്ന സമയത്തും കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളായിക്കോട്ടെ, എയ്ഡഡ് സ്കൂളായിക്കോട്ടെ, അൺഎയ്ഡഡ് സ്കൂളുകളായിക്കോട്ടെ, CBSE ICSE സ്കൂളുകൾ നമ്മളധികം ഞാൻ ഈ ടോക്കിൽ കൂടുതലും ഉന്നയിക്കുന്നില്ല, വലിച്ചു ഇറക്കുന്നില്ല. പക്ഷേ മറ്റ് സ്കൂളുകളിൽ കൂടുതലും ഈ അധ്യാപകർ ഇപ്പോഴും ടെക്നോളജിക്കലി അത്ര അഡ്വാൻസ് അല്ല. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന, അതായത് 20-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്ന അധ്യാപക ശാസ്ത്രം അത് 20-ാം നൂറ്റാണ്ടിലുള്ള വിദ്യാർത്ഥികളെ മെരുക്കിയെടുക്കുന്നു. ആ അധ്യാപകരാണ് ഇപ്പോഴും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ സഫർ ചെയ്യുന്ന ഇപ്പോഴത്തെ കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് കാണുന്ന 2-3 ഒരു എന്താ പറയുക, ടെക്നോളജിക്കൽ ആഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഷോർട്സ്, റീൽസ് എന്നൊക്കെ പറയും. എന്തോ ഈ ഷോർട്സും റീൽസും വീഡിയോസും തമ്മിലുള്ള വ്യത്യാസം എന്ന് ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ, വീഡിയോസ് എന്ന് പറയും സിനിമ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനൊരു വലിയൊരു ടൈം സ്പാൻ ഉണ്ട്. 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ദൈർഘ്യം വരുന്ന കാര്യങ്ങൾ. എന്നാൽ ഷോർട്സും റീൽസും ഇന്ന് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഇതാണ്, മീഡിയയാണ്. എന്തുവാ ഷോർട്സും റീൽസിൻ്റെ പ്രത്യേകത? ടൈം വളരെ കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറവാണ്. 1 മിനിറ്റ് 2 മിനിറ്റ്, മാക്സിമം 30 സെക്കൻഡ്, 1 മിനിറ്റ് 1.5 മിനിറ്റ്. അതിൻ്റെ ഉള്ളിൽ ഒരു ആശയത്തെ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഇത് വിദ്യാർത്ഥികളെയും കൂടെയും ബാധകമാവുന്ന വിഷയമാണ്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ മൈക്രോ ടീച്ചിങ് ഒക്കെ നടത്തി നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നു, മൈക്രോ ടീച്ചിങ് നടത്തിയപ്പോൾ അത് അക്കാഡമിക് ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ലെസൺ പ്ലാൻ അല്ലെങ്കിൽ ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നു, ആ ടീച്ചിങ് മാനുവൽ അനുസരിച്ച് ഒരു ലെസൺ പ്ലാൻ സെലക്ട് ചെയ്യുന്നു, ആ ലെസൺ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മൈക്രോ ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് നടത്തുന്നു. ആ മൈക്രോ ടീച്ചിങ് ഒരു ഓഫീസർ അസസ്മെൻറ്റ് ചെയ്യുന്നു, ഒരു ടീച്ചർ അസസ്മെൻറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഫീൽഡിലേക്ക് പോകാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം നമ്മൾ അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം BEd ടീച്ചിങ് അല്ലെങ്കിൽ BEd ലേണിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പഠിക്കുന്ന കൂടുതൽ അക്കാദമികമായിട്ടുള്ള ഒരു പരിസരത്തു നിന്നാണ് നമ്മൾ വരുന്നത്. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നതാണ് ഫീൽഡ് എൻവയോൺമെൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ മുറികളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം ടീച്ചേഴ്സും ഈ പറയുന്ന പല കാര്യങ്ങളും കൂടി ഇറങ്ങിത്തിരിഞ്ഞാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളത് ഈ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിലെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ലൈവ് എൻവയോൺമെൻറ്റ് വെച്ച് നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് സാധാരണ രീതിയിൽ ലെക്ചറിങ് മെത്തേഡോ അല്ലെങ്കിൽ ഒരു മോണോലോഗ് മെത്തേഡിലാണ് ക്ലാസ് എടുത്തു പോകുന്നത്. അവിടെ അപ്പോഴും ഒരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിജിറ്റൽ നേറ്റീവ്സിനെ സംബന്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ ജനിച്ചു വീണിരിക്കുന്ന ഒരു കാലഘട്ടവും അവർ ഇടപെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മേഖലയാണ്. നമുക്കറിയാം ഇന്ന് കൂടുതലും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇൻസ്റ്റാഗ്രാം പോലെ അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് പോലെ. അതായത് ഒരു വലിയൊരു സമയം, ഒരു അറ്റൻഷൻ സ്പാൻ നഷ്ടപ്പെട്ടു പോയൊരു സമൂഹമാണ്. അതായത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാനും അല്ലെങ്കിൽ ടീച്ചറുടെ ക്ലാസ്സിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് ഒരു സമയപരിധി വിട്ട്, അറ്റൻഷൻ സ്പാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സമയപരിധി വിട്ട് അവർക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു സമയമില്ല. അതിൻ്റെ നമുക്കറിയാം ആദ്യകാലത്ത് സെമിനാറൊക്കെ നമ്മൾ സാധാരണ ലെക്ചറിങ് മെത്തേഡിലായിരുന്നു സെമിനാറൊക്കെ യൂണിവേഴ്സിറ്റി ലെവലിലോ എഡ്യൂക്കേഷൻ സമൂഹത്തോ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, അന്ന് കാലഘട്ടത്തിൽ നമ്മൾ ഒരു ടോപ്പിക്ക് നമ്മൾ സെമിനാർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് അല്പം കൂടിയും പിന്നീട് വരുന്നൊരു ജനറേഷൻ വന്നപ്പോൾ അല്പം കൂടി 90 കാലഘട്ടം പ്രത്യേകിച്ച് 80 കാലഘട്ടങ്ങളിലൊക്കെ വെസ്റ്റേൺ രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അവിടെ എവിടെയാണോ അല്ലെങ്കിൽ സെമിനാറോ ടോപ്പിക്കോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു ഒരു പരിസരത്ത് നിന്ന് ജനങ്ങളുടെ രീതി മാറി. ആ രീതി അവരുടെ സ്വഭാവത്തിൻ്റെ രീതി മാറിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സെമിനാറോ ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ലെക്ചറോ ക്ലാസ്സോ നമുക്ക് അല്പം കൂടിയും അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാം. അങ്ങനെയാണ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ഫീൽഡിലാണ് തുടങ്ങുന്നത്. പിന്നീട് എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്.
അങ്ങനെ എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മൾ ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ കൊണ്ടുവരുന്നു. അതുകൊണ്ട് കൂടുതൽ അട്രാക്റ്റീവായിട്ട് വിദ്യാർത്ഥികൾ കാണുന്നു. ഇപ്പം നമ്മളൊക്കെ പഠിച്ച സമയത്ത് കൂടുതലും പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലായിരിക്കും സെമിനാറും ലെക്ചറും സിമ്പോസിയവും എല്ലാം കണ്ടുപോയിട്ടുള്ളത്. ഇതിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തപ്പെട്ട് നിന്നാണ് ഇന്നത്തെ സമൂഹം, ഇന്നത്തെ വിദ്യാർത്ഥികൾ കാണുന്നത്. ഇന്ന് നമ്മൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ കൊണ്ട് ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ എന്താണെന്ന് അവർക്ക് ഒരു സില്ലി രീതിയിലാണ്, വളരെ എന്താ പറയുന്നത്, ഒരു ലാഘവത്തോടെയാണ് അത് കണ്ടു നിൽക്കത്തുള്ളൂ. കാരണം ഇന്ന് അവരുടെ രീതി അങ്ങ് മാറി. അതിന് പ്രധാന കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. കാരണം അവർ കാണുമ്പോൾ അവർ റീൽസും ഷോർട്സും ചെറിയ സമയം കൊണ്ട് കൂടുതൽ കോൺസെപ്റ്റ് ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ടീച്ചേഴ്സും ഇതേപോലെയുള്ള ഒരു ലെക്ചറിങ് മെത്തേഡിലൂടെയോ അല്പം ഇൻട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ രംഗം പീഡിയോ സെൻട്രിക്, പെഡഗോ സെൻട്രിക്കിൽ നിന്ന് പീഡിയോ സെൻട്രിക്, പെഡഗോജി എന്ന് പറഞ്ഞാൽ അധ്യാപക ശാസ്ത്രത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള പഠന മേഖലയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ 20-ാം നൂറ്റാണ്ടിലുള്ള ടെക്നോളജി തന്നെയാണ് ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും അതേപോലെയുള്ള കാലഹരണപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടാണ് 21-ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളെ നേരിടുന്നത്. 21-ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇവർക്ക് ഈ പറയുന്ന ലെക്ചറിങ് മെത്തേഡോ ഈവൻ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ പോലും അത്രയും സ്വാഗതം ചെയ്യുന്ന ഒരു പ്രവണതയല്ല. അവർക്ക് കൂടുതലും ക്യാപ്സ്യൂൾ പരുവത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ആശയങ്ങൾ വ്യക്തതയോടെ എത്തിക്കാൻ സാധിക്കണം. ഒപ്പം തന്നെ വിദ്യാർത്ഥി സൗഹൃദം എന്ന് പറയുന്നതിന് അപ്പുറം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ക്ലാസ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ കൂടുതൽ അവർക്ക് അവരുടെ ആശയങ്ങൾ, അവരുടെ സംശയങ്ങൾ, ചോദ്യങ്ങൾ അത് ഉന്നയിക്കാനുള്ള ഒരു അവസരം കൂടി അധ്യാപകർ അവസരം ഉണ്ടാക്കണം. നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സിലബസ് എന്ന് പറയുന്നത് പെഡഗോ സെൻട്രിക് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒത്തിരി ന്യൂനതകളുണ്ട്. നമ്മൾ ആ സിലബസ് റിവിഷനും കരിക്കുലം കമ്മിറ്റീനും ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി അതിലേക്കൊന്നും പോകുന്നില്ല. മറിച്ച് ഒരു പീഡിയോ സെൻട്രിക് എൻവയോൺമെൻറ്റിലേക്ക് 21-ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളെ ഡിജിറ്റൽ നേറ്റീവ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ ആശയങ്ങൾ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അവരുടെ സംശയങ്ങൾ ദൂരീകരണം ചെയ്യാൻ നമ്മുടെ അധ്യാപകർക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ എത്ര മികച്ച രീതിയിലും ക്ലാസ്സുകൾ നയിച്ചിട്ടോ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടോ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടോ അവിടെ യാതൊരു ഫലവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ അധ്യാപക ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏകദേശം 3 വർഷത്തിൻ്റെ മുകളിലായി, 4 വർഷത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ ക്ലാസ്സിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ 21-ാം നൂറ്റാണ്ടിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സിലബസ് കൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, വിദ്യാർത്ഥികൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. സോഷ്യൽ സയൻസിലെ പല ടോപ്പിക്കുകളും ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ഉന്നയിക്കുന്ന, അതായത് 21-ാം നൂറ്റാണ്ടിൽ ഞാൻ 2011 SLC പാസ്സാവുന്നത്. ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ പോലും ഉന്നയിക്കാത്ത ചില ചോദ്യങ്ങൾ. എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? ഈ ചരിത്രം പഠിച്ചു വരുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ ചരിത്രം പഠിക്കുന്നത്? അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ള ഉത്തരങ്ങൾ പറയും, ചരിത്രം എന്ന് പറയുന്ന ഭാവി കാലമാണ്, ആ ഭാവി കാലം അറിഞ്ഞാലാണ് നമുക്ക് വർത്തമാനകാലം നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ, അതിനെപ്പറ്റി ഒരു വ്യക്തത വരുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്നത്തെ ഈ ലെവലിലേക്ക്, ഈ ഒരു അന്തരീക്ഷത്തിലേക്ക്, പരിസരത്തേക്ക് ലോകം മാറിയതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ തിരിച്ച് കൗണ്ടറായിട്ട് വരുന്ന ചോദ്യമാണ്, ഓക്കെ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം? അതായത് അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരിക്കലും പാസ്റ്റിനെ പറ്റിയൊരു ബോധമില്ല അവർക്ക്. അത് അത്ര മോശമായിട്ടൊരു കാര്യമൊന്നുമല്ല. അവർ ചിന്തിക്കുന്നത് പ്രസൻറ്റ്, ഒപ്പം തന്നെ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മൾ പ്രസരണം ചെയ്യുന്ന അറിവ് കൊണ്ട് അവർക്ക് എന്താണ് ഗുണം ലഭിക്കുന്നത്. ആ അറിവിനെ നമ്മൾ പ്രസരണം ചെയ്യുന്ന സമയത്ത് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം പെഡഗോജി സെൻട്രിക് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ കൂടുതലും സ്റ്റുഡൻസിനെ കൊണ്ടാണ് ക്ലാസ്സുകൾ നയിക്കേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ അപേക്ഷിച്ച് നമ്മളൊരു മെൻറ്ററിങ് എന്ന് പറഞ്ഞ പ്രൊഫഷനിലേക്കോ അല്ലെങ്കിൽ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഗൈഡായി നിൽക്കുക എന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. നമ്മുടെ ഒരു ഒരു മോണോലോഗ് ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ലെക്ചർ മെത്തേഡോ, അത് നമ്മൾ സാധാരണ രീതിയിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ അധ്യാപകർക്ക് പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ
നടത്തുന്ന അധ്യാപകൻ ആണ് ക്ലാസ് തന്നെ നയിക്കുന്നത്. അല്ല വിദ്യാർത്ഥികൾക്ക് അതിൽ വലിയ പങ്കൊന്നും ലഭിക്കുന്നില്ല. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ അധ്യാപകൻ തയ്യാറാക്കുന്നു, അത് ക്ലാസ്സിൽ കൊണ്ടുവരുന്നു, അത് പ്രസൻറ്റ് ചെയ്യുന്നു, അധ്യാപകൻ തന്നെ ക്ലാസ് എടുക്കുന്നു. ആ ഒരു അവസ്ഥ വിട്ടിട്ട് കുട്ടികൾക്ക് കൂടുതൽ അവസരം, വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം. ഇനി നിങ്ങൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യും, ചില നമുക്കറിയാം മാത്തമാറ്റിക്സ് പോലുള്ള ചില സബ്ജക്റ്റുകൾക്ക് നമുക്ക് ഈ പീഡിയോ സെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്ര അപ്രാപ്യമല്ലായിരിക്കും. കാരണം ഒരു തിയററ്റിക്കൽ ബേസിലാണ് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ആ സമയത്തൊക്കെ പക്ഷേ അവിടെയും തന്നെ നിങ്ങൾ ടോപ്പോളജി ആയാലും അല്ലെങ്കിൽ അൾജിബ്ര ആയാലും നിങ്ങൾ ക്ലാസ്സിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അല്ലെങ്കിൽ പ്രസരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ ലഘൂകരിച്ച് അതും ഒരു നിശ്ചിത ടൈം സ്പാനിൽ നമ്മളത് ഡെലിവർ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ 40 മിനിറ്റ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ 40 മിനിറ്റും ഇന്ന് ക്ലാസ് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. അതിന് കഴിഞ്ഞ ജനറേഷനിലെ അധ്യാപകർക്ക് അതിന് കുറേ പരിമിതികളുണ്ട്. കാരണം അവർ പഠിച്ചു വന്ന ഒരു രീതിയും അവർ നേരിട്ടിട്ടുള്ള ഒരു അവർക്ക് മനസ്സിലാവുന്നുണ്ട് ജനറേഷൻ മാറുന്നത്. പക്ഷേ ആ ജനറേഷൻ മാറുന്നതിനൊപ്പം അവർക്ക് മാറ്റപ്പെട്ട് നിന്ന് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ടീച്ചിങ് ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അധ്യാപകരോട് നമ്മൾ ഇന്ന കാര്യം ചെയ്യണം, അതായത് നമ്മൾ ഈ രീതിയിൽ ക്ലാസ് എടുക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പിംഗ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡിജിറ്റലി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് കൂടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ നേരിടുന്നത് ഈ ടെക്നോളജിക്കലി എത്ര അഡ്വക്കേറ്റ് അല്ലാത്തതുകൊണ്ട് അവർ നേരിടുന്നത് ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് എന്ന് അവർ തുറന്നു പറയുകയും, മറ്റൊന്ന് ഇങ്ങനെ പറയുന്നത് കൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കണമെന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനുള്ളൊരു അഭിരുചി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ അത് പ്രസരണം ചെയ്യാം. ഒരു ടോപ്പിക് എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഡിജിറ്റൽ മാപ്പിംഗ് ഒരു കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ നിങ്ങൾക്ക് ഡിജിറ്റലി പ്രസൻറ്റ് ചെയ്ത് കുട്ടികളെ അത് പഠിപ്പിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് പോലും അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ കുറേ സമയം എടുക്കുന്നു. അവിടെയാണ് ഇന്നത്തെ ഈ അറ്റ് പ്രസൻറ്റിൽ പഠിച്ചിറങ്ങുന്ന അധ്യാപക വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സഹായിക്കാൻ ഗുണം ചെയ്യുന്നത്. കാരണം നിങ്ങളും ഡിജിറ്റൽ വേൾഡിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡിലേക്കോ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ കാലം, ഇപ്പോൾ 2000-നൊക്കെ മുമ്പ് ജനിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ സ്വാഭാവിക അവരുടെ പ്രീ പ്രൈമറിയൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ രീതി വെച്ചായിരിക്കും പഠിച്ചിറങ്ങി വരുന്നതും. കൂടുതലും 2010 ആ സമയത്തൊക്കെയാണ് പഠിച്ചിറങ്ങിയെങ്കിൽ കൂടുതലും നമ്മൾ അങ്ങനെ ഒരു ഡിജിറ്റൽ എക്യുപ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളൊന്നും അല്ലായിരിക്കും പഠിച്ചു വന്നിട്ടുള്ളത്. ഈ 2015-നൊക്കെ ശേഷം പിന്നീടും നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിറങ്ങിയിട്ടുള്ളവർ, പ്രത്യേകിച്ച് സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം കൂടെയും നിങ്ങൾ പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ കണ്ട് വളർന്ന് ടീച്ചിങ്ങിലേക്ക് വന്നവരായിരിക്കും. അല്ലാതെ ടീച്ചിങ്ങിൽ വന്നവരാണെങ്കിൽ ഒത്തിരി സഫർ ചെയ്യും. കാരണം കുട്ടികളുടെ ഒന്നാമത് അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ റീൽസും ഷോർട്സും ഒക്കെ വരുന്നതിൻ്റെ ഒരു പ്രസക്തമാണത്. കാരണം നമ്മൾ വിചാരിക്കും ഈ റീൽസ് ഷോർട്സൊക്കെ കണ്ട് കുട്ടികൾ എന്തിനാണ് കുട്ടികൾ അങ്ങനെ കണ്ട് അതിലേക്ക് സമയം ചിലവഴിക്കുന്നു ആലോചിക്കുന്ന ഒരു അധ്യാപക സമൂഹമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ അവരുടെ തലയിലേക്ക് എത്തണം, കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവണം. സമയം അധികം എടുക്കുന്നത് എന്ന് പറയുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികളെ ഞാൻ പറഞ്ഞ ജനറേഷൻ ആൽഫേനെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായിട്ടൊരു ബാലികേറ മല പോലെയാണ്. ഒരു 40 മിനിറ്റ് ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് പോയാലും അതിൻ്റെ അപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാൻ ക്ലാസ്സിൽ ഭൂരിഭാഗം വരുന്നൊരു ഈവൻ ഹൈ അച്ചീവേഴ്സിന് പോലും അതിന് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. പല അധ്യാപകരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അല്പം കൂടി സ്ട്രിക്റ്റ് ആവണം, കുട്ടികൾക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിന് അവർക്ക് കൂടുതൽ അവസരം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലാസ് ഒരു ബഹളം അന്തരീക്ഷം, കുട്ടികൾ ബഹളം വെച്ചോട്ടെ, വിദ്യാർത്ഥികൾ ബഹളം വെച്ചോട്ടെ, പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മളവിടെ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ, പ്രത്യേകിച്ച് ലാംഗ്വേജ് പോലുള്ള വിഷയങ്ങൾ, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ വിദ്യാർത്ഥികളെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട്, കാരണം ഇൻട്രാക്ഷനാണ് ഇന്നത്തെ സമൂഹത്തിന് കൂടുതലും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതലും താല്പര്യം. ഇൻട്രാക്ഷൻ സാധ്യമാകാത്ത ക്ലാസ്സുകൾ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിലേക്ക് പോയി നമ്മൾ ക്ലാസ്സിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടു ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ നമ്മളെ പേടിച്ച് ചിലപ്പോൾ സംസാരിക്കാതെ ഇരിക്കുന്നുണ്ടായെങ്കിലും പിന്നീട് അവർ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു റിഫ്ലക്ഷൻ്റെ സമയത്ത് അവർ ആ ക്ലാസ്സിനോട് വലിയ അഭിരുചി കാണിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. നമുക്കറിയാം ഇന്ന് ട്രഡീഷണൽ എൻവയോൺമെൻറ്റിൽ ഇത് പഠിച്ചിറങ്ങി വരുന്ന ടീച്ചേഴ്സ് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അവർ ക്ലാസ് എടുത്തതിന് ശേഷം ലേണിംഗ് ഔട്ട്കം കുട്ടികൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മൾ ലെസൺ പ്ലാനിലൊക്കെ നമ്മൾ റിഫ്ലക്ഷൻ എഴുതി വെക്കുന്നത്. ആദ്യകാലത്ത് റെസ്പോൺസ് ആയിരുന്നു, ഇപ്പോൾ റിഫ്ലക്ഷനിലേക്ക് മാറി, റിഫ്ലക്ഷൻ നമ്മൾ എഴുതി വെക്കുന്നു.
റിഫ്ലക്ഷൻ എഴുതി വെക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ പിന്നീട് കുട്ടി വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് ശേഷം ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പഠിച്ച വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴോ അവർക്കത് റീകോൾ ചെയ്യാൻ അതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഡിജിറ്റലി എക്വിപ്ഡ് ആയിട്ടൊരു ഒരു സൊസൈറ്റി, ഒരു സ്റ്റുഡൻസ് എൻവയോൺമെൻറ്റ്, അവർക്ക് കൂടുതലും ഡിജിറ്റൽ മേഖലയിൽ നടക്കുന്ന പോലെയുള്ള ടൈം വളരെ കുറവും, അതേപോലെ തന്നെ ഒരു ചെറിയൊരു സമയം കൊണ്ട് കൂടുതൽ കോൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്ത് പോകുന്ന ഒരു പ്രവണതയാണ് അവർക്ക് കൂടുതൽ അഭികാമ്യം. അത് ഭാഷയുടെ പഠനത്തിലായിക്കോട്ടെ, സോഷ്യൽ സയൻസിൻ്റെ പഠനത്തിലായിക്കോട്ടെ, ഫിസിക്കൽ സയൻസിൻ്റെ പഠനത്തിലായിക്കോട്ടെ, നാച്ചുറൽ സയൻസിൻ്റെ പഠനത്തിലായിക്കോട്ടെ. മാത്സ് ഞാൻ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തുകയാണ്. കാരണം മാത്സ് കൂടുതൽ തിയററ്റിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. നമുക്കതിൽ കൂടുതൽ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ കൂടുതൽ ഒരു പ്രോബ്ലം കൊടുക്കുക, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ തന്നെയാണ് മാത്സ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ്സുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിജിറ്റലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ അപ്രാപ്യമായിട്ടൊരു കാര്യമായിട്ട് തന്നെ നിലനിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിറങ്ങുന്ന ഈ ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ടീച്ചിങ് സിലബസിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യം അതിനെ അല്പം കൂടി മോഡിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഡിജിറ്റൽ നേറ്റീവ്സിൻ്റെയിലേക്ക് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടത്. നമുക്ക് നമ്മളെ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മെൻറ്ററായിട്ട് വരുന്ന ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും പറയും. അത് നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും സ്റ്റുഡൻസിൻ്റെ ഒരു രീതി. ഒരു പക്ഷേ ഇപ്പോൾ BEd സ്റ്റുഡൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വരുന്ന BEd ഇൻറ്റേൺസ് വരുമ്പോൾ കുട്ടികൾ അവരോട് കൂടുതൽ ഒരു താല്പര്യം കാണിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത്ര നാൾ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ നിന്ന് പുതിയൊരു ടീച്ചർ വരുമ്പോൾ ആ ടീച്ചർ അല്പം കൂടി സോഫ്റ്റ് ആയിരിക്കും, അവരോട് സംസാരിക്കുന്ന ഇൻട്രാക്ട് ചെയ്യുന്ന രീതി അല്പം കൂടി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരോട് കൂടുതൽ താല്പര്യം കാണിക്കും. ആ താല്പര്യം ഒരിക്കലും നമ്മുടെ അധ്യാപനത്തിൻ്റെ ഗുണമായിട്ട് നമ്മൾ എടുക്കരുത്, പക്ഷെ നമ്മളോട് വ്യക്തിപരമായിട്ട് കാണിക്കുന്ന താല്പര്യമായിട്ട് എടുക്കണം. അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് നമ്മൾ ഈ ഡിജിറ്റൽ നേറ്റീവ്സിനെ നമ്മളൊരു ചെറിയ കേസ് സ്റ്റഡി പോലെ നമ്മൾ നടത്തി ഓരോ വിദ്യാർത്ഥിയെ മനസ്സിലാക്കണം. അവിടെ ഹൈ അച്ചീവേഴ്സ് ഉണ്ടാവും, ഒരു ആവറേജ് ലേണേഴ്സ് ഉണ്ടാവും, സ്ലോ ലേണേഴ്സ് ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇപ്പോൾ ടീച്ചിങ് മാനുവലൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും കൂടി കരുതിക്കൊണ്ടാണ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ഈവൻ ഫിസിക്കലി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ PWD വിഭാഗത്തിൽ പെടുന്ന സ്റ്റുഡൻസ് ആയാൽ പോലും അവരും ഈ ഡിജിറ്റൽ വേൾഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ട്രഡീഷണൽ രീതികളൊന്നും അവർക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒത്തിരി വിദ്യാർത്ഥികളെ ലഭിച്ചു. അപ്പം ഞാൻ വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വഴി അല്ലെങ്കിൽ നമ്മുടെ ലെസൺ പ്ലാനിൽ നമ്മൾ എഴുതി വിടുന്ന ആക്ടിവിറ്റികൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ആക്ടിവിറ്റികൾ കൊടുക്കുന്ന വഴി അവരത് കോപ്പപ്പ് ചെയ്തോളൂ, അല്പം മെയിൻറ്റെയിൻ ചെയ്തോളൂ എന്നുള്ള ധാരണ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അവരും മറ്റ് സ്റ്റുഡൻസിൻ്റെ പോലെ തന്നെയാണ്. അവർക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയാൽ പോലും അവരും ഡിജിറ്റൽ വേൾഡിൽ തന്നെയാണ് പെരുമാറുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ചലഞ്ചറായിട്ടൊരു വിദ്യാർത്ഥിയാണ്. ആ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ട്രഡീഷണൽ ക്ലാസ്സിലേക്ക് അല്പം പോകുന്ന സാഹചര്യത്തിൽ അവനത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ആ കാര്യങ്ങൾ, ഞാൻ എടുത്ത കാര്യങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നമ്മൾ അല്പം കൂടി അവർക്കും കൂടെയും ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മൾ കൂടുതലും, ഞാൻ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അല്ല കൂടുതലും ഉപയോഗിക്കുന്നത്, ഞാൻ കൂടുതലും ഡിജിറ്റൽ കണ്ടൻസാണ് അവിടെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവനതിൽ കൂടുതലും അഭിരുചി കാണിക്കുന്നുണ്ട്, കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ അവർക്കും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള ഡിഫറെൻ്റ് ഏബിൾഡ് വിദ്യാർത്ഥികൾക്ക് പോലും നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂം എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ശീലിച്ച് പോയ ഒരു ക്ലാസ് റൂമിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞ വിദ്യാർത്ഥികൾ ഉള്ള അങ്ങനത്തെ ഒരു പറ്റം വിദ്യാർത്ഥികൾക്ക് ഒട്ടും നമ്മുടെ ഈ പറയുന്ന 20-ാം നൂറ്റാണ്ടിലെ ഒരു പ്രവണത അംഗീകരിക്കാൻ സാധിക്കില്ല. ആ വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം ഇൻറ്റേൺഷിപ്പിന് പോകുന്ന ഓരോ വിദ്യാർത്ഥികളും ക്ലാസ്സിലേക്ക് ചെല്ലേണ്ടത്. മാത്സ് പോലുള്ള വിഷയങ്ങൾ നിങ്ങൾ പണ്ടൊക്കെ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഭാഗത്തു നിന്ന് തന്നെ 1-2 ആൾജിബ്ര ആണെങ്കിൽ അതിൽ നിന്ന് 1-2-3 തിയറികളായിരിക്കും ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രവണതയിലേക്ക് പോകരുത്.
നിങ്ങൾ കൊടുക്കുന്ന പ്രോബ്ലം വളരെ 1-2 പ്രോബ്ലം, മാക്സിമം 2 പ്രോബ്ലം വരെയാണ് ഒരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ള അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഹൈ അച്ചീവേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സെപ്ഷണൽ സ്റ്റുഡൻസിന് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കും. നമുക്കറിയാം ഒരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കുമ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്, അതിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസാണ് കൂടുതലും ഈ പറയുന്ന എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളുകളിലും കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള സ്കൂളുകളിലേക്കാണ് കൂടുതൽ ടീച്ചിങ് ട്രെയിനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അത്തരത്തിലുള്ള എൻവയോൺമെൻറ്റ് പരിസരത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഹൈ അച്ചീവേഴ്സിനെയോ അല്ലെങ്കിൽ എക്സെപ്ഷണൽ സ്റ്റുഡൻസിനെയോ മാത്രം മുൻനിർത്തിക്കൊണ്ട് പോകുന്ന പഠന രീതിയിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോരുത്. മറിച്ച് ആവറേജും ബിലോ ആവറേജും സ്ലോ ലേണേഴ്സും എക്സെപ്ഷണൽ സ്റ്റുഡൻസിൽ തന്നെ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസിന് ഇൻ്റലക്ച്വൽ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുമ്പോഴാണ് നമ്മൾ ഈ ഹൈ ലേണേഴ്സും അല്ലെങ്കിൽ ലോ ലേണേഴ്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ സ്കിൽ ബേസ്ഡ് നമ്മളത് നോക്കുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന നമ്മൾ സ്ലോ ലേണേഴ്സായിട്ട് കരുതുന്ന പല സ്റ്റുഡൻസിനും പല സ്കില്ലുകൾ, അത് ഡ്രോയിങ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് ആയിക്കോട്ടെ, മറ്റ് പല സ്കില്ലുകളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു പക്ഷേ നമ്മൾ അതിശയിക്കുന്ന രീതിയിൽ പോലുമുള്ള അവരുടെ കഴിവുകൾ. ഞാൻ ചെന്ന വർഷം ഒരു ക്ലാസ് എടുത്തതിന് ശേഷം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചു, സാറിൻ്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആ ചിത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അവനെനിക്കത് കൊണ്ടുവന്നു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അതേ സ്കെച്ച് അവനെനിക്ക് ചിത്രത്തിൽ വരച്ചു തന്നേക്കാണ്. അവനെല്ലാം കൊണ്ടുപോയി തന്നത് അവൻ്റെ തൊട്ടടുത്തുള്ളൊരു മറ്റൊരു സ്റ്റുഡൻ്റാണ് കൊണ്ടുപോയി തന്നത്. ഞാൻ വിചാരിച്ചു ക്ലാസ്സിൽ വളരെ പതുങ്ങി പമ്മി നമ്മളങ്ങനെ ചോദിക്കും ഇൻട്രാക്ഷൻ്റെ സമയത്തും അധികം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ഒരു പയ്യനാണ് എനിക്ക് അത്രയും മനോഹരമായിട്ടൊരു ചിത്രം വരച്ചു തന്നത്. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അത് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പക്ഷേ അവനെ പഠിക്കാനുള്ള ഒരു അത്രയും വലിയ ഒരു എന്താ പറയുന്നത് അഭിരുചി, ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവത്തില്ല. ആ ആപ്റ്റിറ്റ്യൂഡ് പക്ഷേ അവന് പഠിക്കുന്ന ആ മേഖലയിൽ മാത്രമേ, പക്ഷെ മറ്റ് മേഖലകൾ അവൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ അവന് ചിലപ്പോൾ നമ്മുടെ ഹൈ അച്ചീവേഴ്സ് എന്ന് പറയുന്ന എക്സെപ്ഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സ്റ്റുഡൻസിനേക്കാളും വലിയ രീതിയിലേക്ക് എത്തേണ്ട ഒരു അതാണ്. ഇന്നത്തെ കാലത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വലി അവേക്കൻഡ് എന്ന് അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ഒരു ബുദ്ധിജീവി എന്നതിന് അപ്പുറം സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവരുടെ പക്കലുള്ള സ്കില്ല് അത് സ്പോർട്സിലായിക്കോട്ടെ, ആർട്സിലായിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിലും അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെയും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അത് സ്വാഭാവികമായിട്ടും മിക്ക ക്ലാസ്സുകളിലും നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ്, എന്നാലും ഒരു 10% ഉള്ളിൽ വരുന്നവർ മാത്രമായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർ കൂടുതലും അവരുടെ സ്കില്ലുകളെ ആയിരിക്കും കൂടുതൽ ബഹുമാനിക്കുന്നത്. ആ സ്കില്ലുകളെ ബഹുമാനിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, സ്പോർട്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ വളരെ ഒരു മാത്സിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ പോർഷൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സയൻസിൻ്റെയോ ഫിസിക്സിൻ്റെയോ ഒരു പോർഷൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ നീ എന്തുകൊണ്ട് അത് പഠിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ യാതൊരു എന്താ പറയുന്നത് യുക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവൻ്റെ താല്പര്യം, ആപ്റ്റിറ്റ്യൂഡ്, അത് നമ്മൾ മനസ്സിലാക്കി അവനെ കൂടുതൽ അതിലേക്ക് എക്സ്പോഷർ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിൽ പഠിപ്പിക്കേണ്ട അധ്യാപകർ ശ്രദ്ധിക്കേണ്ടത്. സ്കിൽ ബേസ്ഡ് എൻവയോൺമെൻ്റ് ആണ്. നമുക്കറിയാം ഈ സസ്റ്റൈനബിൾ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടന ഡെവലപ്മെൻറ്റ് ഈ ഓരോ വർഷങ്ങൾ ഓരോ രീതിയിലുള്ള തീമുകൾ ഇറക്കും. അതിലൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് തീം ഇറക്കിയതിന് ശേഷം അവർ കൊണ്ടുവന്നൊരു തീമാണ് സ്കിൽ ബേസ്ഡ് ലേണിംഗ്. അതായത് ഒരു അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേണിങ്ങിനെ അപേക്ഷിച്ച് സ്കിൽ ബേസ്ഡ് ലേണിങ്ങിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തി ഉണ്ടെന്ന കാര്യം ഞാൻ മുന്നോട്ട് വെക്കുന്നു. അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടാവും. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലേണിംഗ് ത്രൂ പ്രാക്ടീസ്, വൈ സ്കൂൾ ഇൻറ്റേൺഷിപ്പ് മാറ്റേഴ്സ്. സ്കൂൾ ഇൻറ്റേൺഷിപ്പ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും എന്തിനാണ് സ്കൂൾ ഇൻറ്റേൺഷിപ്പ്, ട്രെയിനിങ് അല്ലെങ്കിൽ ടീച്ചിങ് ട്രെയിനിങ്ങിൻ്റെ പ്രസക്തിയൊക്കെ വളരെ വിപുലമായിട്ട് തന്നെ നിങ്ങളെ അധ്യാപകരെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ലെക്ചറിങ്ങോ അല്ലെങ്കിൽ ക്ലാസ്സോ അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ പ്രത്യേകിച്ചിൻ്റെ ആവശ്യമില്ല. പക്ഷേ ടീച്ചിങ് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന അധ്യാപക വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കണ്ടുപോകുന്നൊരു ശീലം എന്ന് പറയുന്നത് ടീച്ചിങ് മാനുവൽ പ്രിപ്പറേഷനാണ് കൂടുതൽ സമയം. ഈ പറയുന്ന സമയത്ത് ടീച്ചിങ് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് അധ്യാപക വിദ്യാർത്ഥികൾ നമ്മൾ അവരുടെയൊക്കെ റൂമുകളിലേക്ക് പോകുമ്പോൾ കഷ്ടപ്പെട്ടിരുന്നായിരിക്കും ഈ ടീച്ചിങ് മാനുവൽ പ്രിപ്പറേഷൻ അവർ നടത്തുന്നത്. അതേപോലെ തന്നെ ലേണിംഗ് എയ്ഡുകൾ നിർമ്മിക്കുക, ഈ ചാർട്ട് പോലുള്ള സിസ്റ്റം
ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല, പരമാവധി ഒഴിവാക്കുക. ഈ സോഷ്യൽ സയൻസ് ഒക്കെ, ഞാൻ സോഷ്യൽ സയൻസിൻ്റെ ആളാണ്. അപ്പോൾ അതിലൊരു മൈൻഡ് മാപ്പിംഗ്, കോൺസെപ്റ്റ് മാപ്പിംഗ്, നമ്മൾ ചാർട്ടുകൾ വരച്ച് പലപ്പോഴും ഞാൻ അധ്യാപകരോടും അധ്യാപക വിദ്യാർത്ഥികളോടും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇത് കുട്ടികൾക്ക് ശരിക്കും ഗുണം ചെയ്യുന്നുണ്ടോ? അവർ പറയുക പിന്നെ ചാർട്ട് വരച്ചത് ഗുണം ചെയ്യും. പക്ഷേ നിങ്ങളത് വിദ്യാർത്ഥികളോട് അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവണേ അവരതൊരു ചെറിയൊരു തമാശ പോലെ എടുക്കുന്നുള്ളൂ. നിങ്ങൾ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാർട്ടൊക്കെ വരയ്ക്കുന്നതിനപ്പുറം ഈ പറയുന്ന സ്ക്രൈബ് പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഡൂഡിലി പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച്, സ്ക്രാപ്പ് പോലുള്ള ടെക്നോളജികൾ ആഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രസൻറ്റേഷനുകൾ, അതും ഈവൻ ലാംഗ്വേജ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ സബ്ജക്റ്റുകളാണ് ഇപ്പോൾ. ഈവൻ നിങ്ങളൊരു അനാട്ടമി, ഇപ്പോൾ ന്യൂറോൺസിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന, ബയോളജിയിലെ ന്യൂറോൺസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ ഈ തിയററ്റിക്കൽ ജാർഗൻസ് നിങ്ങൾ ചുമ്മാ അങ്ങോട്ടേക്ക് കുട്ടികളിലേക്ക് വർഷിക്കാതെ നിങ്ങളതൊരു പ്രസൻറ്റേഷൻ, ന്യൂറോൺസിൻ്റെ വീഡിയോസ് കാണിച്ചുകൊണ്ട് അതിനൊരു വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് കുട്ടികളെ സമീപിക്കുന്നത് വളരെ രീതിയിൽ അവർക്ക്, നമുക്കറിയാം ഈ ഇൻസ്റ്റയും യൂട്യൂബ് റീൽസും കാണുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ന്യൂറോൺസിനെ പറ്റിയും ഡെൻഡ്രോണിനെ പറ്റിയും, അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി പാർട്സിനെ പറ്റിയും, അല്ലെങ്കിൽ ആറ്റത്തെ പറ്റിയും, മോളിക്യൂൾസിനെ പറ്റിയൊക്കെ വളരെ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടാണ് അവർ വരുന്നത്. അവരോടാണ് നമ്മൾ ഈ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള മാപ്പ് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചിത്രം കാണിച്ചുകൊണ്ടോ സംബോധനം ചെയ്യുന്നത്. ആ ഒരു രീതി അധ്യാപക വിദ്യാർത്ഥികൾ ഇനിയുള്ള കാലഘട്ടത്തിൽ സ്വീകരിക്കരുത് എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഡിജിറ്റലി എക്യുപ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക്, ഈവൻ ഓഗ്മെൻറ്റേഷൻ റിയാലിറ്റികളിലൊക്കെ കണ്ടു വളർന്ന സമൂഹത്തിന് ഇപ്പോൾ ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ ഒരു പ്രശ്നം വരുന്നത്, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നമ്മളിങ്ങനെ കാണിച്ച് വരുമ്പോൾ, ഓരോ സ്ലൈഡുകൾ കാണിച്ച് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പേജുകൾ ഓരോന്നും മറിച്ച് നിങ്ങൾ കുട്ടികളോട് ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്തോടെയാണ് അവരത് കണ്ടുവരുന്നത്. മറിച്ച് ഒരു വീഡിയോ ഇൻട്രാക്ഷൻ, ഒരു വീഡിയോ കാണിക്കുക, ആ വീഡിയോ കണ്ടതിന് ശേഷം അവരോട് ചോദിക്കുക, ഈ വീഡിയോ കണ്ടിട്ട് ശേഷം നിങ്ങൾക്കത് മനസ്സിലായ കാര്യം, ഞാൻ സോഷ്യൽ സയൻസിൻ്റെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്, കണ്ടൊരു കാര്യം ഓക്കെ, അത് അവരത് പ്രസരണം ചെയ്ത് നമ്മളോട് ആശയം വ്യക്തമാക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ അവരിൽ നിന്ന് ആ വിഷയത്തിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും? അത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ആ ഒരു ടീച്ചിങ് അപ്രോച്ചിലേക്കാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ അധ്യാപകർ ഇറങ്ങേണ്ടത്. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച തിയറി അക്കാഡമിക് ഓറിയൻറ്റേഷനിലേക്ക്, അക്കാഡമിക് എൻവയോൺമെൻറ്റിലേക്ക്, മിലിവിലേക്ക്, അക്കാഡമിക് പരിസരങ്ങളിലേക്ക് കൊണ്ടുപോയി എംബഡ് ചെയ്യുക എന്നതിനപ്പുറം, അവിടെ കൊണ്ടുപോയി നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിനപ്പുറം തന്നെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾക്ക് അല്പം കൂടി ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് അവർക്ക് കൂടുതൽ അഭിരുചി തോന്നിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ലേണിംഗ് എയ്ഡുകൾ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡുകളെ മാറ്റിക്കൊണ്ട് വേണം ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി പോകാൻ. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ഒരിക്കലും പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. മറിച്ച് ആ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ മൈക്രോ ടീച്ചിങ്ങിന് നമ്മൾ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ സൈക്കോളജിയിലൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാകും കുട്ടികളുടെ ബിഹേവിയർ, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസപ്പെട്ട് തുടങ്ങി. ഞാനൊക്കെ സൈക്കോളജി പഠിക്കുന്ന സമയത്ത്, അന്ന് എന്നെ സൈക്കോളജി പഠിപ്പിച്ചത് നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ സാറിൻ്റെ പേര് എമ്മട്ടിനൊക്കെ സൈക്കോളജി നമ്മൾ പഠിച്ച് സേതുമാൻ സാറാണ്. അതിന് മുമ്പ് സാറിൻ്റെ പേര് വിട്ടുപോയി, സാറിൻ്റെ പേര് വിട്ടുപോകാൻ പറ്റില്ലാതെയാണ്. നമ്മൾ ആ പഠിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തപ്പെട്ട രീതിയിലാണ് കുട്ടികളുടെ സ്വഭാവം. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ പണ്ടത് ഈ കുട്ടികളെ അലേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുന്നു, അവർക്കൊരു ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നു, ആ പണിഷ്മെൻറ്റ് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അവരെ കൂടുതൽ അവരുടെ ബിഹേവിയർ ചേഞ്ച് വരുത്താം എന്നാണ് നമ്മൾ കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവരത് ബേർഡൻ ആയിട്ടാണ് കരുതുന്നത്. ആ പണിഷ്മെൻറ്റിനെ ഒരു പോസിറ്റീവായിട്ട് അവരെടുക്കുന്നില്ല. അത് ആ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്ന വലിയൊരു മാറ്റമാണ്. ആ മാറ്റം നമ്മളും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ടീച്ചിങ് പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൽ വെക്കുകയും അതിനെ അല്പം കൂടി അതിനെ അല്പം കൂടിയും നമ്മളൊന്ന് അച്ചിലിട്ട് വാർത്തതിന് ശേഷം വേണം അത് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി.
സ്കൂൾ ഇൻറ്റേൺഷിപ്പിന് വൈ സ്കൂൾ ഇൻറ്റേൺഷിപ്പ് മാറ്റേഴ്സ്. സ്കൂൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നമ്മൾ വേറെ ഇപ്പോഴത്തെ ഇൻറ്റേൺസിന് കൂടുതലും സ്റ്റുഡൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കൂടുതലാണ്. ഈ സ്റ്റുഡൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് നമ്മുടെ വിശേഷങ്ങളോ അല്ലെങ്കിൽ എന്തോ പറയുന്നത് നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, കൊള്ളാം സാറേ, നല്ല സാറേ, കുഴപ്പമില്ല സാറേ, നന്നായിട്ട് പഠിപ്പിച്ചു, അങ്ങനെ അത് പഠിപ്പിക്കുന്നതിൻ്റെ അപ്പുറം നമ്മൾ ആദ്യം അവരുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, മനോഭാവം, ആപ്റ്റിറ്റ്യൂഡ്, അവർക്ക് ഏത് വിഷയത്തെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് മനസ്സിലാക്കുക എന്നല്ല, അവർക്ക് കൂടുതലും ഏത് മേഖലയാണ് അവർക്ക് കൂടുതൽ അഭികാമ്യമെന്ന് അവരുടെ ആ അഭിരുചി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ഇന്നത്തെ ടീച്ചിങ് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഞാനൊക്കെ ടീച്ചിങ് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് ഞാൻ കേസ് സ്റ്റഡി വളരെ കൃത്യമായിട്ട് നടത്തിയിരുന്നു. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മളത് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് നമ്മളത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കേസ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ എടുത്തതിന് ശേഷം ആ സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കാതിരിക്കുന്നത് നമ്മൾ സ്റ്റുഡൻറ്റിനെ നോട്ട് ചെയ്യണം. അതിനുശേഷം എന്തുകൊണ്ടാണ് അതിനുള്ള കാരണങ്ങളെന്ന് നമ്മൾ ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ശേഷം 1, 2, 3 ക്ലാസ്സുകളിന് ശേഷം നമ്മൾ അതിനുള്ളൊരു പ്രതിവിധി കണ്ടെത്തണം. ആ പ്രതിവിധിയും കൂടെ നമ്മൾ ക്ലാസ് റൂമിൽ എനാക്ട് ചെയ്യണം. അത് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ അവസരമുണ്ട്. കാരണം ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നമുക്ക് കൂടുതലും ഇൻറ്റേൺസായിട്ട് വന്നിരുന്ന ടീച്ചേഴ്സുമായിട്ട് സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് ആയിരിക്കും. അവർ കൂടുതൽ സഹകരണം കാണിക്കുന്നവരായിരിക്കും. ക്ലാസ്സിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ളൊരു അവസരം നമുക്ക് ആ സമയത്ത് ഉണ്ടാകും. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഈ സ്കൂൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ടീച്ചിങ് ലെസൺ പ്ലാൻ തയ്യാറാക്കുകയോ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ നടത്തുകയോ എന്ന് തന്നെ ഒരു ക്ലാസ്സിൽ നമ്മൾ പോയി ക്ലാസ് നടത്തുക അല്ലെങ്കിൽ ക്ലാസ് നല്ല രീതിയിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നടപ്പിലാക്കുക എന്നതിനപ്പുറം നമ്മൾ അല്പം റിസർച്ച് ഓറിയൻറ്റഡ് മൈൻഡോടുകൂടി വേണം ക്ലാസ് റൂമിനെ സമീപിക്കാൻ. ഒരു റിസർച്ചറായിട്ട് നിങ്ങൾ മാറണം. ഒരു ടീച്ചറോ അല്ലെങ്കിൽ മെൻറ്ററോ ഗൈഡോ ആവുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ അപ്പുറം ഒരു ഇൻറ്റേൺ എന്ന് പറയുന്ന ടീച്ചിങ് ഇൻറ്റേൺഷിപ്പിന് പോകുന്ന ഓരോ അധ്യാപക വിദ്യാർത്ഥികളും റിസർച്ചറും കൂടി ആവണം. ഓരോ സ്റ്റുഡൻസിനെയും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ 1, 2, 3 ക്ലാസ്സുകൾ ഡിവിഷനുകൾ കിട്ടിയാൽ ആ 3 ഡിവിഷനുകളായിരിക്കാം നിങ്ങളുടെ റിസർച്ചിൻ്റെ സാമ്പിളായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. ആ ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്ക് നാളെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് മികച്ചൊരു അധ്യാപകരാകാൻ സാധിക്കും. അപ്പോൾ ടീച്ചിങ് ഇൻറ്റേണിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഓൾ ഷുഡ് ബി എ റിസർച്ചർ. നിങ്ങളുടെ റിസർച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്. വിദ്യാർത്ഥികൾ റിസർച്ച് ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും അവരുടെ പേഴ്സണൽ ബിഹേവിയർ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സോഷ്യൽ ബിഹേവിയർ ഒരു പൊതുവായിട്ടൊരു ക്ലാസ്സിനെ മനസ്സിലാക്കുന്നതിനപ്പുറം ഒരു ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ വിദ്യാർത്ഥികളെ മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇൻഡിവിജ്വലായിട്ട് വിദ്യാർത്ഥികളെ മനസ്സിലാക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഹൈ അച്ചീവേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്സെപ്ഷണൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് അവർക്ക് അധ്യാപകരുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അധ്യാപകർ പഠിക്കുന്ന അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെ അവർ വീടുകളിൽ ചെന്ന് ട്യൂഷൻ സെൻ്ററുകളിൽ ചെന്ന് അവർ കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്ലോ ലേണേഴ്സ് ആയിക്കോട്ടെ, എക്സെപ്ഷണൽ സ്റ്റുഡൻസിൻ്റെ മറ്റ് കാറ്റഗറിയിലുള്ള സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പോർട്സിലോ ആർട്സിലോ കഴിവുള്ള വിദ്യാർത്ഥികളായിക്കോട്ടെ, ഇൻ്റലക്ച്വലി ബാക്ക്വേർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഫിസിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ചലഞ്ചറായിട്ടുള്ള വിദ്യാർത്ഥികളായിക്കോട്ടെ, അവരെയും കൂടെയും പരിഗണിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. അവരിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങളുടെ പിന്നീടുള്ള റിഫ്ലക്ഷൻ. നമ്മൾ ചുമ്മാ എഴുതി അങ്ങ് പോവുകയല്ല. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെടുത്തൊരു ക്ലാസ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു പരമാവധി PDO സെൻട്രിക് എഡ്യൂക്കേഷനായി, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളും അതിൽ പരിഗണനയിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ പഠിക്കണം. ആ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ ആ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഒരു പരിസരത്ത് നിന്നാണോ അവൻ ഈ ബാക്ക്വേർഡ്നെസ് അല്ലെങ്കിൽ ഈ ശ്രദ്ധയില്ലായ്മ, അറ്റൻഷൻ സ്പാൻ നഷ്ടപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തൊരവസ്ഥ പോകുന്നെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ, ഇൻറ്റേൺ ആയിട്ട് പോകുന്ന അധ്യാപക വിദ്യാർത്ഥികൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ B.Ed ഇൻറ്റേൺഷിപ്പിന് ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട്
നേടാൻ സാധിക്കുന്നത്. നമ്മൾ അവിടെ പോകുന്നു, ടീച്ചിങ് മാനുവൽ എഴുതുന്നു, ലെസൺ പ്ലാൻ എഴുതുന്നു, ക്ലാസ്സുകൾ കൃത്യമായിട്ട് നടത്തി തീർക്കുന്നു. 50 ക്ലാസ്സുകളായിരിക്കാം ചിലപ്പോൾ നടത്തുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കാം നടത്തുന്ന, ടോപ്പിക്കുകളായിരിക്കാം കൈകാര്യം ചെയ്യുന്നു. അവിടുത്തെ മെൻറ്ററിൻ്റെ ഒരു ഒപ്പ് വാങ്ങുന്നു, നിങ്ങളെപ്പറ്റിയുള്ള റിഫ്ലക്ഷൻ അവർ എഴുതി കൊടുക്കുന്നു. ശേഷം ഒരു 30 അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ദിവസത്തെ 30 1 2 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു സാധാരണ കണ്ടുവരുന്ന ഒരു രീതിക്കപ്പുറം നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഓക്കെ ഐ ബിക്കേം എ ടീച്ചർ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ ഒരു അപ്രോച്ചിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് ഇൻറ്റേൺഷിപ്പ് കൂടുതലും ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള എൻവയോൺമെൻറ്റിലേക്ക് വരുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം പറയുന്നു. ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെ ന്യൂനമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. കൂടുതലും സ്കിൽ ബേസ്ഡ് ആണ് അവർക്ക് താല്പര്യം. അതേപോലെ തന്നെ പാസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം അവരത്ര ബോധേഡല്ല. നിങ്ങൾ അതിലേക്ക് അവരെ വലിച്ചിറക്കാൻ നോക്കരുത്. ഇപ്പോൾ ഈ സ്കൂളുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു എന്തോ പറയുന്നത്, നമ്മൾ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു, അന്നത്തെ കാലത്ത് അധ്യാപകർ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോൾ അധ്യാപകർ കാണുമ്പോൾ മിണ്ടാതിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അധികം കോൺഷ്യസ് ആവരുത്. സ്വാഭാവികമായിട്ട് ഇന്ന് നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾ വളരെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അവരത് പെരുമാറുന്നത്. ഞാൻ ആ രീതി എന്താണെന്ന് പറയാത്തത്, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുന്ന ഒരു ഹിറ്റ്ലർ സ്വഭാവം, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു മിണ്ടാതിരിക്കുക, പഠിപ്പിക്കുക. നിങ്ങൾ എത്ര സൗകര്യപ്പെട്ട് ക്ലാസ്സുകൾ എടുത്താലും കുട്ടികൾ അത് എടുക്കുന്ന രീതി, ഒരു പക്ഷേ 40 മിനിറ്റ് അവർ മിണ്ടാതിരുന്നാലും ആ ക്ലാസ് കഴിഞ്ഞ് അവരത് എടുക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും. ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ ചെന്നപ്പോൾ ഞാൻ കുട്ടികളെ കൃത്യമായിട്ട് അറ്റൻഷനോടെ ഇരുത്തുമായിരുന്നു. അവർ ഒരു കുട്ടീനെ പോലും ഞാൻ അങ്ങനെ അലസമായിട്ടിരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. പല കാര്യങ്ങളും ഞാൻ സാധാരണ എൻ്റെ അധ്യാപകർ ചെയ്ത രീതി തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തു പോയത്. പക്ഷേ ആ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. കാരണം ഇന്നത്തെ സ്റ്റുഡൻസ് അങ്ങനെയുള്ളൊരു അപ്രോച്ച് ഇഷ്ടപ്പെടുന്നവരല്ല. അതിനുശേഷം ഞാൻ അല്പം ലിബറലാകുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ അന്തരീക്ഷം മൊത്തം എടുത്തു കളയുക എന്നല്ല അർത്ഥം. അല്പം കൂടി ലിബറലായി മാറുകയും ഡിജിറ്റലി എക്വിപ്പഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ക്ലാസ് റൂമിൽ എനാക്ട് ചെയ്യാൻ തുടങ്ങി. കൂടുതലായിട്ട് സ്റ്റുഡൻസിനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി. അതിൽ പ്രത്യേകിച്ച് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ പറയുന്ന ബാക്ക്വേർഡ് സ്റ്റുഡൻസിനെയാണ്. എൻ്റെ ക്ലാസ്സിൽ ബാക്ക്വേർഡ് സ്റ്റുഡൻസ് അലസമായിട്ട് ഇരിക്കരുതെന്നുള്ളൊരു ഒരു എന്താ പറയുന്ന ഒരു ഗോൾ ഞാൻ മുന്നോട്ട് വെച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളെയും അപ്പോൾ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുന്ന വഴിയാണ് എന്താണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ സ്വഭാവം എന്ന് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കൊണ്ടുപോകുന്ന ഏടുകൾ, ടീച്ചിങ് മാനുവൽ ലെസൺ ലേണേഴ്സ് ഏടുകൾ, മീഡിയം. ഇന്ന് നമ്മൾ പണ്ട് ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് ലേണിംഗ് എയ്ഡ് എന്ന് പറയും. ആ ലേണിംഗ് എയ്ഡുകൾ എന്ന് പറയുന്നത് കൂടുതലും ആധുനിക കാലഘട്ടത്ത് കോപ്പപ്പ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കണം. ചാർട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം. സ്റ്റുഡൻസ് ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പക്ഷേ അത് അവർക്കൊരു ഫണ്ണിയുള്ള എൻവയോൺമെൻറ്റിലേക്കാണ് അല്ലെങ്കിൽ ഒരു സില്ലി ആയിട്ടുള്ള കാര്യമായിട്ടാണ് അവർ എടുക്കുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ റീൽസും ഷോർട്സും എങ്ങനെയാണോ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നത്, അത്തരത്തിലുള്ളൊരു ഇൻസ്പിറേഷൻ അധ്യാപകർ പഠിപ്പിക്കണം, വിദ്യാർത്ഥികൾ കാണിക്കണം. അതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന മുന്നോട്ട് വെച്ചൊരു കാര്യം. പിന്നീട് ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ അല്പം കൂടി സീരിയസ് ആക്കി എടുക്കണം. ഓരോ അധ്യാപക വിദ്യാർത്ഥികളും റിസർച്ചറായിട്ട് മാറണം. നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് നിങ്ങൾ പരമാവധി വിദ്യാർത്ഥികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബിഹേവിയർ, ഇൻഡിവിജ്വൽ ബിഹേവിയർ, അവരുടെ ആപ്റ്റിറ്റ്യൂഡിനപ്പുറം ആപ്റ്റിറ്റ്യൂഡ്, അവർക്ക് ഏതിലേക്കാണ് അഭിരുചി എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇതൊക്കെ നിങ്ങളുടെ ഈ സമയത്ത് മാത്രം, ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യമാണ്. നിങ്ങൾ നാളെ ഒരു അധ്യാപകനായിട്ട് ഇത് കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇന്ന് പറയുന്ന 20-ാം നൂറ്റാണ്ടിലെ അധ്യാപകർ എന്ന് പറയുന്നവരെ പോലെ ആയി പോകും. 21-ാം നൂറ്റാണ്ടിലെ അധ്യാപകർ വിദ്യാർത്ഥികളെ സമീപിക്കുമ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്നതിനപ്പുറം 22-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പറഞ്ഞു വിടേണ്ടത്, 22-ാം നൂറ്റാണ്ടിലേക്ക് എത്തിക്കേണ്ട വിദ്യാർത്ഥികളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അവരെ നമ്മൾ ഒരിക്കലും കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ രീതികളെ വെച്ച് എന്താ പറയുന്നത് ഇൻട്രാക്ട് ചെയ്യരുത്. അവരെ 22-ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളാക്കി എടുക്കണം. 21 പ്രസൻറ്റ് ജനറേഷനല്ല ഇനിയൊരു ജനറേഷൻ കൂടി ഉണ്ട്, ബേറ്റ ജനറേഷൻ. 2025 ശേഷം ജനിക്കുന്ന കുട്ടികൾ ഈ ബീറ്റ ജനറേഷൻ, ബീറ്റ ജനറേഷനിലേക്കാണ് എത്തുന്നത്. അവർ സ്വാഭാവികമായിട്ടും ഈ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ്
എന്താ പറയുന്നത്, അപ്രോച്ചബിൾ അല്ല. അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂൾ സിസ്റ്റം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെൻറ്റിലേക്ക് എന്താ പറയുന്നത് കോപ്പപ്പ് ചെയ്യാത്തൊരു ജനറേഷനിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അവരെയും കൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഫ്യൂച്ചറിനെ മുൻനിർത്തിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ തന്നെയാണ് നമ്മളിപ്പോൾ നടത്തേണ്ടത്. പ്രസൻറ്റിനെയോ പാസ്റ്റിനെയോ അല്ല നമ്മൾ നോക്കേണ്ടത്, ഫ്യൂച്ചറിൽ അവരെങ്ങനെയായിരിക്കണം. സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റുകൾ ഫ്യൂച്ചറിൽ അവർക്ക് എങ്ങനെ ഗുണം ചെയ്യണം. അല്ലെങ്കിൽ നാളെ അവർ പഠിച്ചിറങ്ങി അവർ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ ഞാൻ പഠിപ്പിച്ച് വെട്ടുന്ന കാര്യം എങ്ങനെ അവർക്ക് ജീവിതത്തിൽ പ്രാപ്യമാക്കാൻ സാധിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിങ്ങനെ അവസരം തന്നതിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ കാര്യങ്ങളോടും എല്ലാവർക്കും ഒരേപോലെ എഗ്രി ചെയ്യാൻ അംഗീകരിക്കാൻ സാധിക്കില്ലായിരിക്കാം. ഞാൻ കൂടുതലും സംസാരിക്കാൻ ശ്രമിച്ചത് എൻ്റെ ഈ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഞാൻ BEdലും MEdലും പഠിച്ച വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എനാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ നേരിട്ട കുറച്ച് ബുദ്ധിമുട്ടുകളും ആ ബുദ്ധിമുട്ടുകളെ ഞാൻ തരണം ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പൊതുവെ പറയുന്നില്ല. അത് നിങ്ങൾ വിദ്യാർത്ഥികൾ കണ്ടെത്തി നിങ്ങളത് ചെയ്യണം. നിങ്ങളത് റിസർച്ച് ഓറിയൻറ്റഡ് ആയി നിങ്ങളത് കണ്ടെത്തി നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റൊരാൾ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്കത് എനാക്ട് ചെയ്യുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന BEd വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അറിയിക്കുന്നു. മികച്ച അധ്യാപകരായിട്ട് വരട്ടെ. അതേപോലെ സൈക്കോളജിയുടെ പ്രൊഫസറിൻ്റെ പേര് കുട്ടപ്പൻ സാറാട്ടോ. കുട്ടപ്പൻ സാറിൻ്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. കുട്ടപ്പൻ സാറിനെയൊക്കെ ഞാൻ പ്രത്യേക സമയത്ത് ഓർക്കുകയാണ്. എന്താവട്ടെ, എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഇതിലുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം ഈ സമയത്ത് നന്ദി പറയുന്നു. അവരെയൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതുപോലെ ഒരു അവസരം തന്നതിന് നോസയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നോസയിലെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you so much, sir, for that deeply insightful and engaging session. Your words have reminded us that teaching is not just a profession, but a powerful practice, one that